32ാമത് എഡിഷൻ സാഹിത്യോത്സവിന്റെ വേദിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനിൽ സാറാണ്. സാറ് സാഹിത്യോത്സവിന്റെ ഒരുക്കങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ടല്ലോ. ഒരുപാട് കാലമായിട്ട് SSFനെയും സാഹിത്യോത്സവിനെയൊക്കെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഈ വർഷത്തെ സാഹിത്യോത്സവിനെ നോക്കിക്കാണുന്നത്? സാഹിത്യോത്സവത്തിന്റെ ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണത്തിന്റെ പ്രമേയം തന്നെയാണ്. അതിനെ മുൻനിർത്തിയാണ് ഞാനിവിടെ സംസാരിച്ചത്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഈ അടയാളങ്ങൾ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ അപഗ്രഥനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രമേയമാണ്. ചരിത്രം, സാഹിത്യം, തത്വചിന്ത എന്നിങ്ങനെ പല വഴികളിലേക്ക് നീളുന്ന ആലോചനകളാണ് ആ ഒരൊറ്റ വാക്കിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രമേയം കണ്ടെത്തിയത് ഞങ്ങളെപ്പോലെ ആലോചിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വളരെ ആഹ്ലാദം നൽകുന്ന ഒരു പ്രമേയമായിരുന്നു. തീർച്ചയായും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അടയാളങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അടയാളങ്ങളെ മായ്ക്കാനും വക്രീകരിക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ അത്തരമൊരു പ്രമേയത്തെ തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് ഉചിതമായി എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പറയാനുള്ളൊരു കാര്യം. മറ്റൊന്ന്, തീർച്ചയായും സാഹിത്യോത്സവം എന്നുള്ളത് കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട്. അതിന്റെ ഗൗരവബുദ്ധിയും അതിന്റെ ചിട്ടയും അച്ചടക്കവും എല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും യുവാക്കളുടെ ശ്രദ്ധയോടുകൂടിയ പങ്കാളിത്തമാണ് എന്നെ അതിൽ ഏറ്റവും ആകർഷിച്ച രണ്ടാമത്തെ ഒരു ഘടകം. മിക്കവാറും യുവാക്കളെ നമുക്കങ്ങനെ ഇത്തരം വേദികളിൽ, ഗൗരവമായ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളിൽ പലപ്പോഴും കാണാൻ കഴിയാറില്ല. എന്നാൽ സാഹിത്യോത്സവ വേദികളിൽ നമ്മൾ എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന യുവാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭാവി ഇരുളടഞ്ഞിട്ടില്ല, അത് ബാക്കിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാന്നിധ്യം എല്ലാ വേദികളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ വർഷവും ഞാൻ സാഹിത്യോത്സവന്റെ സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ താഴെത്തട്ടിലുള്ള വേദികളിലും ജില്ലാതല പരിപാടികളിലൊക്കെ പലപ്പോഴും ഞാൻ പങ്കെടുക്കാറുണ്ട്. എല്ലായിടത്തും പൊതുവെ ഈ തരത്തിലുള്ള ഒരു സാന്നിധ്യം എന്നെ വലിയ പ്രതീക്ഷ നൽകുന്നൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഈ ചെറുപ്പക്കാരുമായി സംവദിക്കാൻ ഒരു അവസരം ലഭിച്ചതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.